ഹായ് ഡിയേഴ്സ്, നോനിപ്പഴം കഴിച്ചിട്ടുണ്ടോ ആരെങ്കിലും? നോനിപ്പഴം കണ്ടിട്ടുണ്ടോ? ഞാൻ ആദ്യമായിട്ടോ ഇത് കാണുന്നത്. ഞാനിങ്ങനെ പണ്ട് കേട്ടിട്ടൊക്കെ ഉണ്ട്, പക്ഷേ ഇതിങ്ങനെ കണ്ടിട്ടുമില്ല. അപ്പോൾ ഇതിങ്ങനെ ഞങ്ങൾ കഴിഞ്ഞ ദിവസം പിറവത്തുള്ള സലീമേട്ടനെ മഞ്ചേശ്വരം വീട്ടിൽ പോയപ്പോൾ അവിടെ ഉണ്ടായി കിടക്കണം കേട്ടോ. അപ്പോൾ ഇത് ഭയങ്കര രോഗസംഹാരിയാണെന്ന് പറയണേ. ക്യാൻസറിനൊക്കെ നല്ലതാണെന്നാണ് പറയണത്. പക്ഷേ ഇതിനെതിരെ കുറേ സൈഡ് എഫക്റ്റുകളും ആൾക്കാർ പറയുന്നുണ്ട്. ലിവറിനൊക്കെ പ്രശ്നമാണെന്ന് പറഞ്ഞിട്ട്. ഇതിന് മണം ഭയങ്കര അസഹനീയ മണമാണ് കേട്ടോ. ഭയങ്കര മത്തുമാണ്. ഇല നമ്മുടെ പ്ലാവിൻ്റെ ഇല പോലെ ആട്ടോ ഇതിരിക്കുന്നത്. പക്ഷേ നല്ല ഭംഗിയാണ് ഇത് കാണാനായിട്ട്. കണ്ടോ, ഇങ്ങനെ കുത്തൊക്കെ ആയിട്ട് നല്ല ഭംഗിയാണ് കാണാനായിട്ട്. പക്ഷേ ഇത് പറിക്കുമ്പോൾ തന്നെ ആ ഒരു മത്ത് മണം വരും. ഇത് പഴുത്ത് കഴിഞ്ഞാൽ കഴിക്കും ഇത്, പക്ഷേ ഇതിൻ്റെ മണം ഭയങ്കരമാണ്. അപ്പോൾ ഇത് പേരക്കയും ഒക്കെ ഉണ്ടായിരുന്നിട്ട് ഇഷ്ടം പോലെ. അപ്പോൾ ഞങ്ങളിത് ഇത് ഞങ്ങളുടെ അക്ഷയമോനാട്ടോ. അവൻ്റെ മഴയൊന്നും നോക്കാതെ എനിക്ക് പേരക്കയൊക്കെ പറിച്ചു വന്നു. ഇഷ്ടംപോലെ പേരക്കൊക്കെ ഉണ്ടായി കിടക്കണ്ടേ. ഒരു പേരക്ക തന്നെ ഏകദേശം 1 കിലോ ഉണ്ടായിരുന്നു കേട്ടോ. ഓക്കെ, നല്ല ഇതുണ്ടോ എൻ്റെ അമ്മ. അതുപോലെ നോനിപ്പഴം നോനിപ്പഴം കണ്ടപ്പോൾ ഒരു കൗതുകം തോന്നി. അപ്പോൾ അവൻ എനിക്കതും പറിച്ചു തന്നുട്ടാ. കണ്ട നോനിപ്പഴം കണ്ട. ഇത് ഒരു മരത്തിലാട്ടോ ഉണ്ടായി കിടക്കണേ. കണ്ട, ഒരു മരമാണ്, നിറയെ ഉണ്ടായി കിടപ്പുണ്ട്. ഇത് പഴുത്ത് കഴിയുമ്പോൾ ഇത് കഴിക്കാൻ പറ്റും, പക്ഷെ നമ്മൾ ഇതിൻ്റെ മണം ഭയങ്കര മണമാണ്. ഇത് തേനിലൊക്കെ ഇട്ട് വെച്ച് കഴിക്കുമെന്നൊക്കെ പറയണത് കേട്ടോ. നമുക്കതിനെക്കുറിച്ച് അറിവില്ല. കുറേ വീഡിയോസൊക്കെ പിന്നെ ഞാൻ യൂട്യൂബിൽ എടുത്ത് നോക്കണേ. അപ്പോഴാണ് ഇത് പറിച്ച് നോക്കട്ടെ എന്ന്. കുറേയൊക്കെ താഴെ വീണ് കിടക്കുന്നുണ്ട്, ആർക്കും വേണ്ടാതെ. അപ്പോൾ അപ്പം ഞാൻ 2-3 ഭംഗിക്ക് നല്ല രസമാണ് കാണാനായിട്ട്. ഇത് കണ്ടോ കണ്ടോ. അപ്പോൾ ഇത് നമുക്കൊന്ന് മുറിച്ച് നോക്കാം കേട്ടോ, ഇതിൻ്റെ അകത്ത് എന്താണെന്നുള്ളതൊന്ന് നോക്കാം. അപ്പോൾ ഞാൻ കത്തി വെച്ച് പയ്യെ ഒന്ന് മുറിച്ച് നോക്കുകയാണ്. കുറച്ച് ഹാർഡാണ്. അപ്പോൾ ഇത് ഒത്തിരി പഴുത്തിട്ടില്ല, അതുകൊണ്ടാണ് ഹാർഡായിട്ടിരിക്കണേ. പഴുത്ത് കഴിഞ്ഞാൽ നല്ല സിമ്പിളായിട്ട് മുറിക്കാൻ പറ്റും. പക്ഷേ ചെറുതായിട്ടൊന്ന് ഇതായിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ കണ്ടോ, നിറയെ കുരുക്കളൊക്കെ ആയിട്ട് നമ്മൾ കടച്ചക്കയുടെയൊക്കെ പോലെ തന്നെ ഇരിക്കുന്നത് പോലെ. എന്താ അടിപൊളിയല്ലേ എൻ്റെ അകത്തിരിക്കുന്നതാണ്. കുരു കണ്ടോ, നേരിയൊരു മധുരം ഉണ്ടായിരുന്നു, പക്ഷേ എൻ്റെ മണമാണ് അസഹനീയ മണം. ഒന്നും പറയണ്ട, നല്ല മത്ത് മണമാണ് കേട്ടോ. അതിൻ്റെ ഭംഗി എന്ന് പറയാനായിട്ട് സൂപ്പറാണ്. അപ്പോൾ ഈ മരമുള്ള ആളുകളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതിൻ്റെ ഗുണങ്ങളൊന്നും പറയണേ.